പല ആളുകളും അവനവന് ഒരുപാട് മാറ്റങ്ങൾ വരുവാനുണ്ട്, ഞാനിങ്ങനെയൊന്നും ആയാൽ പോരാ എന്നുള്ള തോന്നൽ കാരണം പലതരം പ്രാക്ടീസുകൾ ചെയ്യുകയും പലതരം അറിവുകൾ നേടുകയും എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നിട്ടും മാറ്റങ്ങളൊന്നും ഉണ്ടാകുന്നില്ലെങ്കിൽ മാറ്റത്തിൻ്റെ കറക്റ്റായിട്ടുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയർ നിങ്ങൾക്ക് അറിയുന്നില്ല എന്നുള്ളതാണ് അർത്ഥം. ഒരു വ്യക്തിക്ക് അവനവനെ മാറ്റുവാൻ കഴിയുമോ? തീർച്ചയായിട്ടും മാറ്റാൻ കഴിയും. അതിനുള്ള ഒരു പ്രത്യേക ശതമാനം അവസരം നമ്മുടെ തലച്ചോറിൽ കിടക്കുന്നുണ്ട്. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു വ്യക്തി ഉണ്ടായിരിക്കുന്നത് പൂർണ്ണമായിട്ടും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിലൊന്നും അല്ല, എന്നാൽ പൂർണ്ണമായിട്ടും ഫിക്സ്ഡ് ആയിട്ടുള്ള രീതിയിലും അല്ല. ഇതൊന്ന് തിരിച്ചറിയാം. ഒരു വ്യക്തി ജനിക്കുന്നതിന് മുൻപ് തന്നെ ഗർഭാശയത്തിനകത്ത് വെച്ച് തന്നെ ആ വ്യക്തിക്ക് ജനിതകപരമായിട്ടുള്ള ചില സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. ആ വ്യക്തി എങ്ങനെ ആയിരിക്കണം, ആ വ്യക്തി എങ്ങനെ ചിന്തിക്കണം, ആ വ്യക്തി എങ്ങനെ പെരുമാറണം, ആ വ്യക്തി ജീവിതത്തിലെ ഓരോ സാഹചര്യങ്ങളോടും പ്രതികരിക്കുന്നത് എങ്ങനെയായിരിക്കും, ആ വ്യക്തിക്ക് ശാരീരികമോ മാനസികമോ ആയ എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതിൻ്റെയൊക്കെ ഒരു ചെറിയ ധാരണ ആ വ്യക്തി ഗർഭത്തിൽ കിടക്കുന്ന സമയത്ത് തന്നെ തീരുമാനിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. ഇതിനെ ആ വ്യക്തിയുടെ ജനിതക സ്വഭാവങ്ങൾ എന്ന് നമുക്ക് വിളിക്കാം. മറ്റൊന്ന്, ഒരു വ്യക്തിയുടെ സെൻട്രൽ നെർവസ് സിസ്റ്റം സെറ്റാവുന്ന ഒരു പ്രായം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആദ്യത്തെ ഒരു 10-13 വർഷമൊക്കെ നമുക്കിതിനെ കണക്കാക്കാം. ആദ്യത്തെ ഒരു 10-13 വർഷം ശൈശവവും ബാല്യവും, ഈ കാലഘട്ടങ്ങളിൽ ആ വ്യക്തി ഈ ലോകത്തെ ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കി ഉള്ളിലുണ്ടാക്കിയെടുത്ത ചില ധാരണകളുണ്ടായിരിക്കും. ഇതും ആ വ്യക്തിയുടെ ഫൗണ്ടേഷൻ്റെ മറ്റൊരു തലമാണ്. ഇത് രണ്ടെണ്ണം ഉപയോഗിച്ചുകൊണ്ടാണ് ഒരു വ്യക്തി ജീവിക്കുവാൻ ആരംഭിക്കുന്നത്. ഒന്ന്, ആ വ്യക്തിക്ക് ജനറ്റിക്കലി സെറ്റായിട്ടുള്ള ഒരു നേച്ചർ. മറ്റൊന്ന്, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ആ വ്യക്തി ഈ ലോകത്തെക്കുറിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളിൽ നിന്നുണ്ടാകുന്ന തീരുമാനങ്ങൾ. ഇത് രണ്ടും ചേർന്നിട്ടാണ് ഒരു വ്യക്തി ശരിക്കും പറഞ്ഞാൽ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഇതിൽ ഒരു ചെറിയ ശതമാനം നമ്മൾക്ക് വേണ്ടി ഒഴിച്ചിട്ടിട്ടുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഘട്ടത്തിലും മാറ്റിയെടുക്കാവുന്ന ഒരു മേഖലയാണ്. ഈ ഒരു മേഖലയിലാണ് നമ്മുടെ ന്യൂറോപ്ലാസ്റ്റിസിറ്റിയൊക്കെ വർക്ക് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിലും തന്നെ ഒരു വ്യക്തിക്ക് ആ ഒരു ശതമാനം സാധ്യതയുള്ള ഭാഗത്ത് ഉപയോഗിച്ചുകൊണ്ട് അവനവനിൽ എന്തൊക്കെ പരിവർത്തനങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് നമ്മൾ ചിന്തിക്കണം. അതുമാത്രമല്ല, അതിൻ്റെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് ചേഞ്ചസ് നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. ഇതിന് ഞാൻ നിങ്ങൾക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ പിരമിഡ് കാണിച്ചു തരാം. ഈ പിരമിഡ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മളിത് പഠിക്കുന്നത്. പല ആളുകളും അവരവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ ചെയ്യുന്നൊരു വലിയ മിസ്റ്റേക്ക് എന്താണെന്ന് അറിയുമോ? അവർ മാനസിക തലത്തിൽ നിന്ന് ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഉള്ളിൽ ചേഞ്ചസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ശ്രമിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു തെറ്റ്. നമ്മുടെ മനസ്സ് വളരെ സൂക്ഷ്മമായൊരു മേഖലയാണ്. അതിലേക്ക് നേരിട്ട് ചെന്ന് കൈകടത്തുവാൻ നമുക്കധികം പറ്റില്ല. നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ മനസ്സിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാക്കുവാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനൊരു സംഘർഷമാണ് അനുഭവപ്പെടുക. അതുകൊണ്ട് തന്നെ മനസ്സ് നമ്മുടെ ആ പരിശ്രമത്തിൽ നിന്നും കുതറി മാറിപ്പോകാൻ വേണ്ടി ശ്രമിക്കും. പിന്നീട് നമ്മൾക്ക് തന്നെ ശ്രമിച്ച് മതിയാകുന്നൊരവസ്ഥ വരും. നമ്മളൊന്നും മാറാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് നമ്മളെ തന്നെ നമ്മൾ ഉപേക്ഷിക്കും. അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പോകും. അതുകൊണ്ട് ഈ ഒരു തെറ്റ് നമ്മൾ ഒരിക്കലും ചെയ്യരുത്. ആദ്യം തന്നെ ഇൻറ്റേർണൽ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ ആഗ്രഹിക്കരുത്. നമ്മൾ ഏറ്റവും ബാഹ്യമായ തലത്തിൽ നിന്നാണ് പരിവർത്തനങ്ങളുടെ യാത്ര ആരംഭിക്കേണ്ടത്. അതിലാദ്യത്തെ പരിവർത്തനം നമ്മുടെ സാഹചര്യങ്ങളിൽ മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇത് പലപ്പോഴും പല പരീക്ഷണങ്ങളിലും കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. മനുഷ്യൻ മറ്റു പല മൃഗങ്ങളിലും പരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. ഒരു മൃഗത്തിൻ്റെ അടിസ്ഥാന സ്വഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റമുണ്ടാകാൻ ഒരു തരത്തിലും നമുക്ക് അവരെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അത്ര എളുപ്പമല്ല. എന്നാൽ ആ ജീവിക്കുന്ന സാഹചര്യത്തിന് മാറ്റം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ ജീവിയുടെ സ്വഭാവത്തിലും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളത് കണ്ടുപിടിച്ചിട്ടുള്ളൊരു കാര്യമാണ്. ഒരു വ്യക്തി ഇപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അതേ സിറ്റുവേഷൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ ജീവിതമൊക്കെ അതുപോലെ തന്നെ നിലനിർത്തിക്കൊണ്ട് മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ അല്ല എന്നുള്ളതാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. ഒരു വ്യക്തിക്ക് എന്തെങ്കിലും ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കണമെങ്കിൽ ആ വ്യക്തി ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത എന്തെങ്കിലും കാര്യം ചെയ്യണം എന്നുള്ളതാണ് കാര്യം. ഞാനിതിലെ വളരെ ഹാർഡായിട്ടുള്ള ഒരു കാര്യം ആദ്യം പറയാം. ഉദാഹരണത്തിന്, നിങ്ങളിപ്പോൾ ജീവിക്കുന്ന ഒരു സ്ഥലം നിങ്ങളെ മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്ന സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരിഹാരം നിങ്ങൾ ആ സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. നിങ്ങൾ ചെയ്യുന്നൊരു ജോലി നിങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ജോലിയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളത് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നുവെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള പരിഹാരം നിങ്ങൾ ആ ജോലി മാറി മറ്റൊരു ജോലിയിലേക്ക് പോവുക എന്നുള്ളതാണ്. നിങ്ങളെ ഒരു ബന്ധം വളരെയധികം കഷ്ടപ്പെടുത്തുന്നുവെങ്കിൽ ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗം ആ ബന്ധത്തിൽ നിന്ന് മാറിപ്പോവുക എന്നുള്ളതാണ്. ഇതാണ് അതിൻ്റെ ഏറ്റവും ഫിസിക്കലായിട്ടുള്ള സൊല്യൂഷൻ. ഇതാദ്യം മനസ്സിലാക്കുക. ഇതല്ലാത്ത പല സൊല്യൂഷൻസും ഉണ്ട്, പക്ഷേ ഇതാണ് അതിൻ്റെ ഫിസിക്കൽ സൊല്യൂഷൻ. ഫിസിക്കലി നമ്മൾ ആ സിറ്റുവേഷനിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ സൊല്യൂഷനായി. നോക്കൂ, നമ്മൾ പുറത്തിറങ്ങി നടക്കുന്ന സമയത്ത് നല്ല മഴയുണ്ടെന്ന് വിചാരിക്കുക, നമ്മുടെ കയ്യിൽ കുടയുമില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സൊല്യൂഷൻ മഴയില്ലാത്തൊരു സ്ഥലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമാണല്ലോ. മഴയെ നമുക്കൊരിക്കലും മാറ്റാൻ കഴിയില്ല. മഴയാണെങ്കിലും വെയിലാണെങ്കിലും
അതിൽ നിന്ന് പെട്ടെന്നൊന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ് നമ്മുടെ സൊല്യൂഷൻ. രണ്ടാമത്തെ സൊല്യൂഷനാണ് മഴ നിൽക്കുകയില്ല, നമ്മളൊരു കുട ചൂടാൻ പഠിക്കുക എന്നുള്ളത്. അപ്പോഴും ഒരു ഫിസിക്കൽ സിറ്റുവേഷൻ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ്. മൂന്നാമത്തെ സൊല്യൂഷൻ എന്താ? മഴ നനയാൻ തയ്യാറാവുക എന്നുള്ളതാണ്. ഇതൊരു മെൻ്റൽ സിറ്റുവേഷനാണ്, മാനസികമായി അതിലേക്ക് അങ്ങോട്ട് തയ്യാറെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഫിസിക്കലായിട്ടുള്ള ഒരു സാഹചര്യ പരിവർത്തനം നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മാനസിക പരിവർത്തനത്തിന് അത് വലിയ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ജീവിതത്തിലെ പല കാര്യങ്ങളിലും ഇത്തരത്തിലൊരു സാഹചര്യ പരിവർത്തനം ഉണ്ടാക്കുന്നത് ഒരു ഒളിച്ചോട്ടമായി മാറാൻ സാധ്യതയുണ്ട്. ഈ ഒളിച്ചോട്ടം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ സാഹചര്യത്തിൽ വലിയ കുഴപ്പമൊന്നും ഇല്ല, നിങ്ങൾക്ക് വെറുതെ തോന്നുന്നതാണെങ്കിലോ ആ സാഹചര്യം നെഗറ്റീവാണെന്ന്, നിങ്ങൾ ജീവിക്കുന്ന അന്തരീക്ഷം നെഗറ്റീവാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നതാണെങ്കിലോ, അങ്ങനെയെങ്കിൽ നിങ്ങൾ എവിടെ പോയാലും ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. അതുകൊണ്ട് അവിടെ വലിയൊരു വിശകലനം നമ്മൾ ചെയ്യാനുണ്ട്. വാസ്തവത്തിൽ എന്നെ സാഹചര്യം ബുദ്ധിമുട്ടിപ്പിക്കുന്നതാണോ, അതോ സാഹചര്യങ്ങളോടുള്ള എൻ്റെ സമീപനം വളരെ മോശമായതുകൊണ്ടാണോ, എൻ്റെ ടോളറേഷൻ പവർ വളരെ കുറഞ്ഞു കിടക്കുന്നതുകൊണ്ടാണോ എന്നൊക്കെ നമ്മൾ വളരെയധികം ചിന്തിക്കേണ്ട കാര്യമാണ് കേട്ടോ. നിങ്ങൾക്ക് ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഏറ്റവും ഫിസിക്കലായിട്ടുള്ള ട്രാൻസ്ഫോർമേഷന് വേണ്ടിയിട്ടുള്ള സൊല്യൂഷൻ നിങ്ങളൊരു ഷിഫ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലൊരു മാറ്റം കൊണ്ടുവരിക. ഇൻറ്റേർണൽ മാറ്റമല്ല, ബാഹ്യമായിട്ടുള്ള ഒരു മാറ്റം കൊണ്ടുവരിക. അത് വളരെ ഹാർഡായിട്ടുള്ള തീരുമാനങ്ങൾ കൊണ്ട് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. പക്ഷേ അതാണ് നിങ്ങൾക്ക് ഒരുപാട് അധ്വാനിക്കാതെ നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പറ്റുന്ന മാറ്റം. ഇനി ഈ സാഹചര്യങ്ങളിലെ മാറ്റത്തിന് മറ്റൊരു തലം കൂടെയുണ്ട്. അതായത് നിങ്ങൾ ഇന്ന് വരെ ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ്. ഒരു കാര്യം പ്രത്യേകം പറയട്ടെ, ഒരു ശീലമില്ലാത്ത കാര്യം ആദ്യമായി തുടങ്ങുന്ന സമയത്ത് നിങ്ങളുടെ ശീലത്തിൻ്റെ ന്യൂറോണുകളുടെ ഏരിയയിൽ നിന്ന് വലിയ പ്രതിഷേധം ഉണ്ടാവും. ഇത് നമ്മൾ ആദ്യം ഒന്ന് മനസ്സിലാക്കണം. ഒരു ശീലവും നമുക്ക് പെട്ടെന്നൊന്നും അങ്ങോട്ട് ഈസി ആയിട്ട് തുടങ്ങാൻ പറ്റില്ല. അതിങ്ങനെ കുറേ കാലം അതിനെ നമ്മളൊരു കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നത് പോലെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. ഒരു കുട്ടിയെ വളർത്തുന്ന പോലെയാണ് നമ്മളൊരു ശീലം വളർത്തുക. ഒന്ന് കണ്ടു തെറ്റിക്കഴിഞ്ഞാൽ ആ ശീലം വീണ്ടും പഴയ പോലെ ആകാൻ സാധ്യതയുണ്ട്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത്, ഒരു മനുഷ്യന് മാറ്റമുണ്ടാക്കുവാൻ ഏറ്റവും എളുപ്പം ശീലങ്ങളിൽ മാറ്റമുണ്ടാക്കുക എന്നുള്ളതാണ്. ഇന്ന് വരെ ചെയ്ത് ശീലമില്ലാത്ത ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ ആരംഭിക്കുന്നു എന്നുള്ളതാണ്. അത് ഒരു നടത്തത്തിന് പോകുന്നതാകാം, വ്യായാമം ചെയ്യുന്നതാകാം, നല്ലപോലെ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്നൊരു ശീലം കൊണ്ടുവരുന്നതാകാം, ഫുഡ് ഹെൽത്തി ചോയ്സ് ആക്കി മാറ്റുന്നതാകാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണമൊക്കെ കുറച്ചുകൂടെ ഹെൽത്തി ചോയ്സ്, ടേസ്റ്റ് ഓറിയൻറ്റഡ് ആക്കാതെ ഹെൽത്തി ആയിട്ട് കഴിക്കുവാൻ വേണ്ടി ശീലിക്കുന്നതാകാം. പുതിയ പുതിയ കൂട്ടുകാരെയോ പുതിയ ബന്ധങ്ങളെയോ ഒക്കെ ഉണ്ടാക്കുന്നതാകാം. സ്വന്തം ശരീരത്തിൻ്റെ പരിചരണം, സൗന്ദര്യ പരിചരണം എന്നിവയൊക്കെ ചെയ്യുന്നതാകാം. നമ്മൾ കിടക്കുന്ന ഒരു ബെഡ്റൂം അലങ്കോലമായി കിടക്കുന്ന ഒരു അവസ്ഥയിലാണ് എന്നുമുള്ളതെങ്കിൽ നമ്മുടെ ബെഡ്റൂമിലെ അറ്റ്മോസ്ഫിയറും ഒക്കെ ഒന്ന് ചേഞ്ച് ചെയ്തെടുക്കുന്നതാകാം. നമ്മുടെ വീട് വൃത്തിയാക്കി വയ്ക്കുന്നതാകാം. നമ്മൾ വർക്ക് ചെയ്യുന്ന സാധന സാമഗ്രികളൊക്കെ ഒന്ന് അലൈൻമെൻറ്റ് ചെയ്ത് വെക്കുന്നതാകാം. ഒരു ഹെയർ സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതാകാം, ഷേവിങ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യുന്നതാകാം. ഇങ്ങനെ പലതരത്തിലുള്ള മാറ്റങ്ങൾ നമ്മൾക്ക് കുറച്ച് ഈസി ആയിട്ട് ചെയ്യാൻ കഴിയും. ഇത്തരം മാറ്റങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യ ഘട്ടത്തിൽ ചെയ്യേണ്ടത്. അടുത്ത ഘട്ടമാണ് നമ്മുടെ ബിഹേവിയറൽ ലെവൽ എന്നാണ് ഇതിനെ പറയുക. അതായത് നമ്മൾ മറ്റു മനുഷ്യരുമായിട്ട് ഇടപഴകുന്നിടത്താണ് ഇത് കൂടുതൽ നമ്മൾ ഉപയോഗിക്കേണ്ടത്. നമ്മൾ സ്ഥിരം ഒരാളോട് ഇടപഴകുന്ന ഒരു പാറ്റേൺ ഉണ്ടായിരിക്കും അല്ലേ? ആ പാറ്റേണിൽ ഒരു ചെറിയ ചേഞ്ച് കൊണ്ടുവരിക. ഉദാഹരണത്തിന്, നമ്മൾ എപ്പോഴും പരാതി പറയുന്ന നമ്മുടെ ഏറ്റവും അടുത്തൊരു ബന്ധു ഉണ്ടാവും. ചിലപ്പോൾ അത് പാർട്ട്ണറാകാം, അച്ഛനോ അമ്മയാകാം. നമുക്ക് എപ്പോഴും കൂടുതലും അവരോട് പരാതികൾ മാത്രമേ പറഞ്ഞ് ശീലമുള്ളൂ എന്നിരിക്കട്ടെ. അവരോട് നമ്മൾ സന്തോഷമുള്ള കാര്യങ്ങൾ സംസാരിക്കുവാൻ തുടങ്ങുക. എപ്പോഴും നമ്മൾ തർക്കുത്തരം പറയുന്ന ഒരാളുണ്ടെന്നിരിക്കട്ടെ നമ്മുടെ വീട്ടിൽ തന്നെ. ആ ആളോട് തർക്കുത്തരം പറയുന്നത് ഒന്ന് നിർത്തുക, അല്ലെങ്കിൽ പകുതിയാക്കി ചുരുക്കുകയെങ്കിലും ചെയ്യുക. ഇങ്ങനെ നമ്മുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ഒരു മാറ്റത്തെ, ഏറ്റവും ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ, മനസ്സിലാവുന്നുണ്ടോ? സംസാരിക്കുന്ന കാര്യത്തിൽ, പെരുമാറുന്ന കാര്യത്തിൽ ഫിസിക്കലായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവരിക. ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ കാലാട്ടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ഈ കാലാട്ടലിൻ്റെ മേലെ കുറച്ച് കോൺഷ്യസ്ലി നമ്മളൊന്ന് അവെയറായിട്ട് അതൊന്ന് നിർത്താൻ ശ്രമിക്കുക. സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ബോഡി ലാംഗ്വേജൊക്കെ ഒരുപാട് നന്നല്ലാത്ത രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ നമ്മുടെ ബോഡി ലാംഗ്വേജിൽ കുറച്ചൊക്കെ ഒന്ന് അവെയറായിട്ട് കുറച്ചൊന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അവിടെ ഇവിടെയൊക്കെ നോക്കി സംസാരിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കുക. ആളുകൾ എന്തെങ്കിലും നമ്മളോട് പറയുന്ന സമയത്ത് നമ്മൾ അശ്രദ്ധമായിട്ടിരിക്കുകയോ അല്ലെങ്കിൽ അവരെ പറയാൻ അനുവദിക്കാതെ ഇടയിൽ കയറി സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ അവിടെയൊക്കെ ഒന്ന് ശാന്തമായിരിക്കുവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇങ്ങനെ മറ്റുള്ളവരുമായിട്ട് ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മളൊരു ചെറിയ ചെറിയ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതും നമ്മുടെ മാനസിക തലത്തിലേക്ക് വലിയ മാറ്റമുണ്ടാക്കും. മൂന്നാമത്തതാണ് നമ്മളുടെ കേപ്പബിലിറ്റി, അതായത് നമ്മളുടെ കഴിവുകൾ എന്തൊക്കെയാണ് എനിക്കുള്ളത് എന്നുള്ളത് ആദ്യം ഒന്ന് മനസ്സിലാക്കി വെക്കണം. എനിക്ക് എന്തൊക്കെ സ്കില്ലുകളുണ്ട് എന്നുള്ളത്. അതിനുശേഷം എന്തെങ്കിലും പുതിയ സ്കില്ലുകൾ പഠിക്കുവാൻ വേണ്ടിയിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കുക.
ഉദാഹരണത്തിന് പുതിയ ഭാഷകൾ എന്തെങ്കിലും പഠിക്കുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ആർട്ട് ഫോമുകൾ പഠിക്കുന്നത്, വരയ്ക്കാൻ പഠിക്കുന്നതോ പാടാൻ പഠിക്കുന്നതോ ഡാൻസ് ചെയ്യാൻ പഠിക്കുന്നതോ എന്തെങ്കിലും മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് പഠിക്കുന്നതോ മാർഷൽ ആർട്സ് പഠിക്കുന്നതോ അല്ലെങ്കിൽ ബിസിനസ്, സ്വയം തൊഴിൽ ഇതുപോലെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പഠിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ സ്കിൽ സെറ്റിലേക്ക് എന്തെങ്കിലും കാര്യങ്ങളൊന്ന് ആഡ് ചെയ്യുക. പുതിയ എന്തെങ്കിലും കോഴ്സുകൾ പഠിച്ചുകൊണ്ടിരിക്കുക. പഠനം നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്കില്ലുകൾ ഡെവലപ്പ് ആവുന്നത് അവിടെ നിൽക്കും. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചുകൊണ്ടിരിക്കണം എപ്പോഴും. ഇപ്പോൾ നിങ്ങൾ വീട്ടിൽ തന്നെ ജീവിക്കുന്ന ഒരാളാണ്, ഒരു വീട്ടമ്മയാണെന്ന് വിചാരിച്ചോളൂ. അങ്ങനെയെങ്കിൽ ഒരു അടുക്കളത്തോട്ടം നിർമ്മിക്കുവാൻ വേണ്ടി പഠിക്കുക. അത്യാവശ്യം നമുക്ക് വേണ്ട പച്ചക്കറികൾ കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കാനെങ്കിലും പഠിക്കുക. ഒരു ഗാർഡനിങ് പഠിക്കുക. അങ്ങനെ എന്തെങ്കിലും സ്കില്ലുകൾ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇത് നമ്മളുടെ മനസ്സിന് വലിയ മാറ്റങ്ങളാണ് കൊണ്ടുവന്ന് തരിക. നാലാമത്തതാണ് നമ്മുടെ ബിലീഫ്സ് ആൻഡ് വാല്യൂസ്. നമ്മളുടെ ചില വിശ്വാസ സംഹിതകളും നമ്മുടെ ചില അടിസ്ഥാന മൂല്യങ്ങളും ഉണ്ടായിരിക്കും. ഇത് നമ്മളെ ചെറുപ്പത്തിൽ തന്നെ എവിടെ നിന്നൊക്കെ ബ്രെയിൻ വാഷ് ചെയ്ത് കയറ്റി തന്നതായിരിക്കും. അത് ശരിയാകണമെന്നൊന്നുമില്ല, അതിൽ പല തെറ്റുകളും ഉണ്ടായിരിക്കാം. നമ്മളുടെ കോർ ബിലീഫ് സിസ്റ്റങ്ങളെയൊക്കെ നമ്മളൊന്ന് പുനർപരിശോധനയ്ക്ക് വിധേയമാക്കണം. നമ്മുടെ ബിലീഫ് സിസ്റ്റം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ചെറുപ്പത്തിൽ നമുക്ക് കിട്ടിയ അറിവുകൾ അനുസരിച്ചിട്ടാണ് ബിലീഫ് സിസ്റ്റം ഉണ്ടാകുന്നത്. ഈ ബിലീഫ് സിസ്റ്റത്തിൽ ഒരു ചേഞ്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാകും. ഒരു ഉദാഹരണം പറഞ്ഞു തരാം. ഒരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിക്ക് ഇരുട്ടത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് പ്രേതങ്ങളും ഭൂതങ്ങളും ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള പേടികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള പേടികൾ ഉണ്ടായത് എന്നുള്ളതിനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ചപ്പോൾ ആ കുട്ടിക്ക് ചെറുപ്പത്തിൽ തന്നെ അമ്മൂമ്മയും അമ്മയും ഒക്കെ ഇങ്ങനെയുള്ള കഥകളൊക്കെ ധാരാളം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ കഥകളെയൊക്കെ ആ കുട്ടി വളരെ റിയലായിട്ടാണ് മനസ്സിനകത്ത് കയറ്റി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇരുട്ടത്ത് പുറത്തിറങ്ങുന്ന സമയത്ത് ഇങ്ങനെയുള്ള പേടികൾ ആ വ്യക്തിയെ വളരെയധികം ബുദ്ധിമുട്ടിപ്പിക്കുന്നുണ്ടായിരുന്നു. ആ കുട്ടിയുടെ ആ ഭയം മാറ്റിയെടുക്കുവാൻ ആ കുട്ടിയെ കൺവിൻസ് ചെയ്യുന്ന രീതിയിൽ ഇങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ലെന്നും ഇത് മനുഷ്യൻ്റെ കെട്ടുകഥകളാണെന്നും മനുഷ്യൻ്റെ ഹാലൂസിനേഷൻസിൽ നിന്നുണ്ടായതാണെന്നും അറിവ് വ്യക്തമാക്കി പറഞ്ഞു കൊടുത്തതിന് ശേഷം ആ വ്യക്തിക്ക് അത്തരത്തിലുള്ള പേടികളെല്ലാം പോയി. ഇതാണ് പറയുന്നത്, ഒരടിസ്ഥാനപരമായ അറിവിൽ നിന്നാണ് ആ വ്യക്തിയുടെ വിശ്വാസങ്ങൾ ഉണ്ടാകുന്നത്. വിശ്വാസങ്ങളിൽ നിന്നാണ് ആ വ്യക്തിയുടെ പൊതുവെയുള്ള വ്യക്തിത്വം ഉണ്ടാകുന്നത്. അത്തരത്തിൽ വിശ്വാസങ്ങളെയും അടിസ്ഥാന മൂല്യങ്ങളെയും പരിവർത്തനപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള അറിവുകൾ ശേഖരിക്കുന്ന പരിപാടി നമ്മൾ ചെയ്യേണ്ടതാണ്. ആൻഡ് ഫിഫ്ത്ത് വൺ ഐഡൻറ്റിറ്റിയാണ്. നമ്മളെക്കുറിച്ച് നമുക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കണം. ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ടല്ലോ, നിലപാടുണ്ടായിരിക്കണം എന്ന്. നിലപാട് ഭാവിയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റുകയൊക്കെ ചെയ്യാം, പക്ഷേ പ്രസൻ്റ്ലി നമുക്കൊരു നിലപാടുണ്ടായിരിക്കണം. നമുക്ക് നമ്മളെക്കുറിച്ച് തന്നെയുള്ള ഒരു ഒപ്പീനിയൻ. ഇതാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്താണ്, ഞാൻ ആരാണ്, ഞാൻ എങ്ങനെയുള്ള വ്യക്തിയാണ്, ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നു, ഞാൻ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നില്ല, എന്തിനെയൊക്കെ ഞാൻ ശരിയെന്ന് കാണുന്നു, എന്തിനെയൊക്കെ ഞാൻ തെറ്റെന്ന് കാണുന്നു. ഇതിനെക്കുറിച്ച് നമുക്ക് തന്നെ വളരെ വ്യക്തമായൊരു ബോധം ഉണ്ടായിരിക്കണം. നമ്മളുമായി ചുറ്റിപ്പറ്റിയിരിക്കുന്ന കുറച്ച് ആളുകളിലേക്കെങ്കിലും നമ്മളുടെ ആ ഒരു ഐഡൻറ്റിറ്റി എന്താണെന്നുള്ളത് നമ്മളെ എക്സ്പോസ് ചെയ്തിരിക്കണം. നമ്മളെ മനസ്സിലാക്കാൻ മറ്റുള്ളവർക്ക് പറ്റണം. നമ്മൾ മറ്റുള്ളവരുടെ മുന്നിൽ മനസ്സിലാക്കാൻ അനുവദിക്കുന്നില്ലെങ്കിൽ നമുക്ക് ചുറ്റുവട്ടത്ത് നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന എക്സ്പീരിയൻസുകളൊക്കെ ബാഡായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇഷ്ടാനിഷ്ടങ്ങൾ, നമ്മുടെ ശരിതെറ്റുകൾ, നമ്മുടെ ഹർട്ടുകൾ, നമ്മുടെ സന്തോഷങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് വളരെയധികം വ്യക്തമാക്കിയിരിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. ആൻഡ് ലാസ്റ്റ് വൺ നമ്മുടെ സ്പിരിച്വാലിറ്റിയാണ്. അതായത് അത് നമ്മുടെ കോറാണ്. കോറിനെയാണ് ഞാനിവിടെ സ്പിരിച്വാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് നമുക്ക് നല്ല അവബോധം വേണം. അതായത് അത് നമ്മുടെ ആഴത്തിലുള്ള ആ ഒരു ശാന്തിയാണ്. സ്പിരിച്വാലിറ്റി എന്ന് പറഞ്ഞാൽ അതിനെ ഞാൻ ഒറ്റ വാക്കിൽ പറയുകയാണെങ്കിൽ അത് നമ്മുടെ ശാന്തിയാണ്. നമ്മൾ നമ്മളെ തന്നെ ശാന്തമാക്കുവാൻ വേണ്ടി, നമ്മൾ നമ്മളെ സംതൃപ്തമാക്കി നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ നമ്മളോടൊപ്പം തന്നെ സമയം ചെലവഴിക്കുകയും നമ്മളെക്കുറിച്ച് തന്നെ നല്ല ബോധമുള്ളൊരു വ്യക്തിയായി ജീവിക്കുകയും നമ്മുടെ ബാഹ്യമായ സിറ്റുവേഷനൊക്കെ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഇൻറ്റേർണലി ഞാൻ പീസ്ഫുൾ ആയിരിക്കണം, ഞാൻ പീസ്ഫുൾ ആണ്, ഞാൻ ഈ ലോകത്തിന് ഉപകാരമുള്ളൊരു വ്യക്തിയാണ്, എനിക്കും എന്നെക്കൊണ്ട് ഉപകാരമുണ്ട്, ഹാപ്പിനെസ് ഈസ് മൈ നേച്ചർ, ഇങ്ങനെയൊക്കെയുള്ള നമ്മുടെ ഇൻറ്റേർണലായിട്ടുള്ള നമ്മുടെ കോറായിട്ടുള്ള ഒരു ഏരിയയെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതിന് അത്യാവശ്യം റിലാക്സേഷൻ ടെക്നിക്കുകൾ എന്തെങ്കിലും പ്രാക്ടീസ് ചെയ്യുക, മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യുക, അത്തരത്തിലുള്ള സ്പിരിച്വൽ നോളജ് ഇമ്പ്രൂവ് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. ഞാൻ സ്പിരിച്വൽ എന്ന് പറയുമ്പോൾ റിലീജിയസ് എന്നൊരർത്ഥം അതിനില്ല കേട്ടോ. സ്പിരിച്വൽ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ പീസ് ആണ്. അത് വളരെയധികം ശ്രദ്ധിക്കണം. ശാന്തി ഉണ്ടാക്കുവാനുള്ള വഴികൾ, ശാന്തി തേടരുത്, ശാന്തി നിർമ്മിക്കണം. ഇത് നല്ല ഓർമ്മ വേണം. ഇങ്ങനെ ഘട്ടം ഘട്ടമായിട്ട് നമ്മളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ഓരോ മേഖലകളിലായിട്ട് നമ്മൾ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ പതുക്കെ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കരുത്, അതൊരു തെറ്റാണ്. നിങ്ങൾ പെട്ടെന്ന് മാറ്റങ്ങൾ ഉണ്ടാക്കിയാൽ ആ മാറ്റം കുറച്ച് കാലമേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ്. അതുമാത്രമല്ല, അത് നിങ്ങളുടെ സ്വഭാവത്തിൽ ചില വൈകല്യങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. എനിക്കൊരാളെ അറിയാം, വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരുപാട് വായിക്കുകയും ഒരുപാട് അറിവുകൾ കിട്ടുകയും
അങ്ങനെയുള്ള ഒരുപാട് ആളുകളുടെ വീഡിയോസും മറ്റും കാണുകയും ചെയ്ത് പെട്ടെന്ന് തന്നെ ഒരു കൊല്ലത്തിനുള്ളിലൊക്കെ ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വലിയൊരു പക്വത അങ്ങോട്ടുണ്ടായി. ചെറിയ പ്രായമുള്ള ആളാണ്, 10-25 വയസ്സേ ഉള്ളൂ. പക്ഷേ പക്വതയുടെ കാര്യത്തിൽ ഒരു 50 വയസ്സുള്ള ആളുടെ പക്വതയൊക്കെ. പക്ഷേ ഇങ്ങനെ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ വ്യക്തിയുടെ ലൈഫ് ഡ്രൈ ആയിപ്പോയി. ആ വ്യക്തിയുടെ ജീവിതത്തിൽ തന്നെ ഒരു സംതൃപ്തി ഇല്ലാത്ത അവസ്ഥ വന്നു. ആ വ്യക്തിക്ക് അത് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ വളരെയധികം ബുദ്ധിമുട്ടുള്ളതുപോലെ തോന്നുന്നുണ്ടായിരുന്നു. അത് കാരണത്താൽ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും ഒക്കെ എന്തോ ഒരു കണക്ഷൻ ഇല്ലായ്മ, ഉള്ളിലെവിടെയോ വേറൊരു വ്യക്തി കിടക്കുന്നു, പുറമെ വേറൊരു രീതിയിൽ കാണിക്കുന്നു, അങ്ങനെയൊക്കെ ഒരു തോന്നൽ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോഴാണ് ആ വ്യക്തിക്ക് തന്നെ എനിക്കെന്തോ കുഴപ്പമുണ്ടെന്ന് മനസ്സിലാവുന്നത്. ആ വ്യക്തി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു വ്യക്തിയുടെ പരിവർത്തനം വളരെ സ്ലോലി നടക്കേണ്ടതാണ്. അതിന് നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ചില ബിഹേവിയറൽ എററുകൾ ഉണ്ടാക്കും. അതുകൊണ്ട് അങ്ങനെയൊന്നും ശ്രമിക്കരുത്. ഞാൻ ഈ കാണിച്ചു തന്ന ഈ പിരമിഡ് ഉപയോഗിച്ചുകൊണ്ട് ഗ്രാജുവലി നമ്മളിൽ പരിവർത്തനങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പരിവർത്തനം നമുക്ക് നേടിയെടുക്കുവാൻ കഴിയും. പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ അടിമുടി മാറ്റാൻ പറ്റുമെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു വ്യക്തിക്ക് മാറ്റാൻ പറ്റുന്ന ചില തലങ്ങളുണ്ട്, മാറ്റാൻ പറ്റാത്ത തലങ്ങളുമുണ്ട്. മാറ്റാൻ പറ്റുന്ന തലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും. നിങ്ങളൊന്ന് പരിശ്രമിച്ചു നോക്കൂ. വീണ്ടും കാണാം.